ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്ത് രാവിലെ തന്നെ മിത്ര നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. മീനാക്ഷി ചേച്ചി, അപ്പച്ചി ഓടി വന്നേന്നും പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഇവർ ഓടി വരികയാണ് കേട്ടോ. എന്തിനാ ഇവളിങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? ദേ മീനാക്ഷി ചേച്ചി, ഇതെന്താന്ന് നോക്കിക്കേ. എന്താടി? എനിക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിനുള്ള മെയിൽ വന്നിട്ടുണ്ട്. ആണോ? പിന്നെ അല്ലാതെ. ഓ, അപ്പം ഗോമതി വന്ന് പറയാം. കൊള്ളാം, നല്ല പോലെ പെണ്ണെ ഇരുന്ന് പഠിച്ചോളണം, ഉഴപ്പരുത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്ന് ചിരിക്കുക കേട്ടോ, മിത്രയും മീനാക്ഷിയും കൂടെ. എന്തിനാടി രണ്ടും കൂടെ കളിയാക്കി ചിരിക്കണത്? എൻ്റെ പൊന്നമ്മേ, ഇതേ എഴുത്ത് പരീക്ഷയൊന്നുമല്ല ഇരുന്ന് പഠിക്കാനായിട്ട്, ഫിസിക്കൽ ടെസ്റ്റാണ്. ഓട്ടവും ചാട്ടവും ഒക്കെ. അത് അവൾ നന്നായിട്ട് ഓടിക്കോളും. പിന്നെ വലിയ PT ഉഷയല്ലേ എന്നിങ്ങനെ ഗോമതി കളിയാക്കുക കേട്ടോ. അപ്പം നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ മിത്രയോട് പെട്ടെന്ന് മീനാക്ഷി ചോദിക്കാം, എടി ആര്യനെ വിളിച്ച് പറയണ്ടേ ഈ സന്തോഷ വാർത്ത? ആ പറയാം. പിന്നെ എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്, എന്നാലും അത്രയ്ക്ക് എനിക്ക് പേടിയൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാലേ, എഴുത്ത് പരീക്ഷയിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായില്ലേ. അപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ് എന്തായാലും അതിനേക്കാൾ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ആര്യനെ വിളിച്ച് പറഞ്ഞ്. അങ്ങനെ ഫോൺ കൊടുക്കണം കേട്ടോ മീനാക്ഷി തന്നെയാണ് ഫോൺ കൊടുക്കുന്നത്. മിത്ര ആ ഫോൺ എടുത്ത് ആര്യനെ വിളിക്കുകയാണ്. ആര്യനോട് ഈ കാര്യം പറയുമ്പോൾ ആര്യന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ആര്യം ചോദിക്കുകയാണ്, എന്തായാലും ഇനി തൊട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, പ്രാക്ടീസൊക്കെ കുറച്ചുകൂടെ കടുപ്പിക്കണം. നാളെ തൊട്ട് എല്ലാം പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ശരി, പിന്നെ നിനക്ക് ഇതിൻ്റെ ഒരു സന്തോഷത്തിൽ നിനക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? ഒന്നും വേണ്ടെന്നേ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഗോമതി ആലോചിക്കുകയാണ്, ആര്യം വരുമ്പോൾ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. എടി ആ ഫോണിങ് തന്നെ. അപ്പോൾ ആര്യം വിചാരിക്കുകയാണ് ഫോൺ കൈമാറിയിട്ടില്ല, മിത്രയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെന്ന്. മിത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ നിന്ന് പറയാം, ശരി ഞാനും നിനക്കൊന്ന് വാങ്ങിച്ച് വരണ്ടെങ്കിൽ വേണ്ട, ഞാൻ എത്രയും വേഗം അങ്ങ് വന്നാൽ മതി, അതാണ് നീ ആഗ്രഹിക്കണല്ലേ. അയ്യോ, ഫോണിരിക്കുന്നത് ഗോമതിയുടെ ചെയ്യില്ല. എടാ നീ എത്ര വേഗത്ത് വന്നോ, ഒരു കുഴപ്പമില്ല, വരുമ്പോൾ കുറച്ച് മീൻ വാങ്ങി വരണം. അയ്യോ അമ്മയായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോണും കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഗോമതി അവിടെ നിന്ന് കളിയാക്കുക, മീനാക്ഷി ഇവളാണെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിച്ചു. ആണോ? കൊള്ളാം, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ, ഇനി ഇതിനു വേണ്ടി നന്നായിട്ട് ആഞ്ഞ് പ്രവർത്തിച്ചോട്ടോ മോളേന്ന്. അത് കഴിഞ്ഞ് ഒളിച്ചു നിന്ന് നമ്മുടെ സുകന്യ ഇതെല്ലാം കേൾക്കാണ്, കുശുമ്പി. ഇത്രയും വേഗം കൃഷ്ണമംഗലത്ത് ഇവരെ എത്തിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ സുകന്യ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കേട്ടും കൊണ്ട് നേരെ ഒരൊറ്റ ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണ്? കൃഷ്ണമംഗലത്തേക്ക്. അവിടെയാണെങ്കിൽ ചൂടുള്ള ചർച്ചയിലാണ് നമ്മുടെ രാജശ്രീയും അലോകും അതുപോലെ അച്യുതനും കൂടെ ചേർന്നിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ അലോകാണെങ്കിൽ ഇപ്പം നമ്മുടെ ദേവിയല്ലല്ലോ, നമ്മുടെ അനുമോളെ കല്യാണം കഴിച്ചില്ലേ, അതിൻ്റെ ഒരു ദേഷ്യം. ആദ്യമൊക്കെ സന്തോഷമായിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യമില്ല അച്യുതനെ. അപ്പോൾ അച്യുതനാണെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. കാരണം അമേരിക്കയിലുള്ള ആ ഒരു പെങ്കൊച്ചിൻ്റെ വീട്ടിൽ നിന്നാണ്. ആനന്ദം കൊണ്ടുവന്ന ആലോചനയല്ലേ, അത് കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവർ വീണ്ടും വിളിക്കുക, ഇങ്ങോട്ട് വരണം, ഇവിടെ കാണാൻ വരുവാണെന്നൊക്കെ. അത് അലോകിനോട് പറയാം കേട്ടോ. അപ്പോൾ അലോക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ അനുമോളെ കല്യാണം കഴിച്ച് പോയില്ലേ. രാജശ്രീയും പറയുന്നുണ്ട്, ഇനി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അച്യുതേട്ടാന്ന് ചോദിക്കാം കേട്ടോ. എനിക്കിതൊന്നും അറിയണ്ട, ഇത് അവർ നമുക്ക് തന്നുള്ള പണിയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ തലേന്ന് ഒഴിപ്പിച്ചേ പറ്റുള്ളൂ അലോകിയെന്ന് പറയാം കേട്ടോ. എടാ, അച്ഛനും അമ്മയും കൂടെ ചേർന്നല്ലേ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചത്, നിങ്ങളല്ലേ പറഞ്ഞ് അവളെ പോയി പ്രേമിക്കാൻ. എന്നാലല്ലേ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവരണം, എന്നിട്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങണം എന്നൊക്കെ അപ്പച്ചിയുടെ കയ്യിൽ നിങ്ങളല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? എടാ പൊട്ടാ, നിന്നോട് അവളെ പ്രേമിക്കാൻ പറഞ്ഞു, പ്രേമിച്ച് നടിക്കാനല്ലേ പറഞ്ഞോളൂ, ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൈവയ്ക്കാൻ പറഞ്ഞോ? അച്ഛാ അതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നത്, ഇവളെ എങ്ങനെയെങ്കിലും തലേന്ന് അവിടെ നാണം കെടുത്തിയിട്ട് ഈ അമേരിക്കക്കാരിയോട് കല്യാണം നടത്താന്ന്. പിന്നെ അവസാനം എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് അലോക അത് ഓർത്തെടുക്കുക കേട്ടോ. എല്ലാ പ്ലാനും വന്ന് ഒറ്റയടിക്ക് ആ താരി എടുത്ത് കഴുത്തി കെട്ടി നമ്മുടെ അനുമോള് പ്ലേറ്റ് മാറ്റി കൊടുത്തില്ലേ, അത് വീണ്ടും അലോക ആലോചിച്ചെടുക്കണം. അച്ഛനോട് ഇത് എങ്ങനെ പറയും? പറയടാ, എന്താ സംഭവിച്ചത് പറ. ഒന്നുമില്ല, ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് പോയില്ലേ, അവളെ എത്രയും വേഗം എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കാൻ നീ ഒരു പ്ലാൻ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങളെല്ലാം. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുകന്യ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞോ, മിത്രയ്ക്കേ പോലീസിൻ്റെ ട്രെയിനിങ്ങിന് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പേപ്പറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ അവൾ പോലീസുകാരിയാണ്. ഇതൊക്കെ എന്തിനാടി ഇവിടെ വന്ന് പറയുന്നതെന്ന് രാജശ്രീ. പിന്നെ പറയണ്ടേ, മിത്ര ഇവിടെയുള്ള ആളല്ലേ, നിങ്ങളെല്ലാവരും അറിയണ്ടേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും കേട്ട ഒരു സന്തോഷം തോന്നുന്നില്ല എന്ന് രാജശ്രീ പറയാം. ഇതും കേട്ടിട്ടുണ്ട് അനന്തനും ഭാര്യയും കൂടെ വരിക കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ സന്തോഷിക്കുകയാണ്. അപ്പം തന്നെ ഇവിടെ സുകന്യ അത് പറയാട്ടോ. ഇവിടെ അനന്തേട്ടനും എന്തായാലും മിത്രയുടെ അമ്മയും അച്ഛനും നല്ലപോലെ സന്തോഷിക്കുമല്ലോ, അവർ സന്തോഷിക്കും. അപ്പോൾ
മിത്രയുടെ അമ്മ അവിടെ നിന്നുകൊണ്ട് പറയാണ്, അയ്യോ അവളുടെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് അവൾക്ക് പോലീസ് ആവണം എന്നുള്ളത്. ഇപ്പോഴേ അവൾക്ക് സാധിക്കാൻ പറ്റിയല്ലോ, വളരെയധികം സന്തോഷം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അനിമോളുണ്ടല്ലോ, അനിമോളും അപ്പുറത്തെ മിത്രയായിട്ട് ഭയങ്കര കൂട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ് ഓടി വന്നത്. അപ്പോൾ അലോകിന് ദേഷ്യം വരും കേട്ടോ. അതൊന്നും ഇപ്പം നിങ്ങളിവിടെ പറയേണ്ട കാര്യമില്ല, അത് പണ്ട്. ഇപ്പോൾ അനിമോൾ കൃഷ്ണമംഗലത്താണ് താമസിക്കുന്നത്, ഇവിടുത്തെ ചോറ അവൾ ഉണ്ണണത്. ഇവിടെ ഉള്ളവരോട് നന്ദിയും കൂറും കാണിച്ച് ഇവിടെ നിന്നാൽ മതി. ഇനി മിത്രയുടെ കാര്യമൊന്നും ഇങ്ങോട്ട് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞവരങ്ങോട്ട് പോവാട്ടോ. അതോടുകൂടി അനന്തനും ഭാര്യയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവണം. മിത്ര എന്തായാലും ഈ ഇതിൽ പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് എങ്ങനെയാണെങ്കിലും അവളൊരു പോലീസുകാരി ആവുമല്ലോ, ആ ഒരു സന്തോഷത്തിലാണ്. കടയിൽ നമ്മൾ ഗോമതി സ്റ്റോറിലാണെങ്കിൽ ബാലൻ ഭയങ്കര ആലോചന കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ ജീവൻ പൈസയൊന്നും വേണ്ട, ഒന്നും വേണ്ട, കേസൊന്നും വേണ്ട എന്ന് വീട്ടിൽ വന്ന് പറഞ്ഞെങ്കിലും ബാലന് ഭയങ്കര വാശി. അങ്ങനെ ഇപ്പോൾ ആരുടെ ഔദാര്യമൊന്നും വേണ്ട, അവർ ചോദിച്ചെങ്കിൽ അതെനിക്ക് കൊടുക്കാനറിയാം, വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ കൊടുക്കുമെന്ന്. രാമേട്ടന് ദേഷ്യം വരാണ്. രാമേട്ടൻ പറയണ, എന്താ ബാല നീ എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ നീ എന്ത് ചെയ്യും പറ. പിന്നെ ഞാൻ എന്നോടൊരു കാര്യം പറയാം, വീട് വിറ്റിട്ടെങ്കിലും നീ ഇത് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലേ നിൻ്റെ മക്കൾ നിന്നെ വെറുക്കും. അന്ന് ഇത്രയും രൂപ ഇവിടെ വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ കേസിന് പോവും എന്നൊക്കെ പയ്യൻ്റെ വീട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൻ്റെ സൈഡിൽ നിന്നു. ഇനി അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ കാശ് കൊടുക്കും എന്നുള്ള തീരുമാനത്തിലാണെങ്കിലേ ഈ മക്കൾ ഓരോന്നും കൈവിട്ട് പോവേ. പിന്നെ അനുമോൾ ഇപ്പം തന്നെ പോയി, ഇനി ബാക്കിയുള്ളവരും കൂടെ വീട് വിട്ട് പോകണോ ബാല? എന്താ രാമേട്ട ഈ പറയണത്? ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാൻ എനിക്കിരിക്കുന്നു? എന്ത് വന്നാലും താങ്ങാനും സഹിക്കാനും ഞാൻ തയ്യാർ തന്നെയാണ്. നീ ആലോചിച്ചും കണ്ടും വേണം ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടാൻ കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻ പറയാണ്, അതെ ധർമ്മ, എനിക്കിന്ന് കുറച്ച് സാധനങ്ങളും പർച്ചേസിങ്ങിലൊക്കെ ഉണ്ട്, പോകാനുണ്ടല്ലോ മലക്കറിയുടെ കാര്യത്തിനൊക്കെ, വേറെ കാര്യത്തിന് പോകാനുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ആ മലക്കറിയുടെ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി എടുക്കുക, അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. കെട്ട് കണക്ക് 500 നോട്ട് എടുത്ത് വെച്ചിട്ട് പറയാം. അപ്പോഴും ധർമ്മം പറയാണ്, എന്താ അളിയ, എനിക്ക് വേറെ കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യ്, അളിയനും രാമേട്ടനും കൂടെ പോകും, അതല്ലേ നല്ലത്? അങ്ങനെയാണോ രാമേട്ടാ, നമുക്ക് പോയാൽ മതിയോ? ശരിയെന്നേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം. എന്നാൽ ധർമ്മൻ ഒരു കാര്യം ചെയ്ത്, നിനക്ക് എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, നീ പൊക്കോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോളാം, എങ്ങനെ തീരുമാനിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് മലക്കറി വേറെ ലോഡ് വരേണ്ടതിന് അവർക്ക് കൊടുക്കാനുള്ള പൈസ ആ 2 കെട്ട് നോട്ടും ആ മേശപ്പുറത്ത് വച്ചിട്ടാണ് ബാലൻ പോകുന്നത്. ധർമ്മനാണേ അതിന് കാവൽ. ധർമ്മനാണെങ്കിൽ അവിടെയൊക്കെ നിന്ന് പണി ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ദേവി ചായ കുടിക്കണം, ഭയങ്കര തലവേദന, കാരണം തലേ ദിവസമേ ഉറങ്ങിയിട്ടില്ല. 2000 രൂപ ഇവിടെ പോയിന്ന് ഒരേ കണക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. ഈ തലവേദന കാരണം ഇച്ചിരി ചായ കുടിക്കാൻ പുറത്ത് പോവുകയാണ്. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉദയഭാനു അങ്ങോട്ട് വരികയാണ് കേട്ടോ. ഉദയഭാനു വന്നിടനെ, ആഹാ ദേവി എന്തേ? പുറത്തേക്ക് പോയി ചായ കുടിക്കാം. അതെയോ? പിന്നെ ധർമ്മ വേറെ എന്താ വിശേഷങ്ങൾ? അങ്കിളിന് എന്താ വിശേഷം? അങ്ങനെ വിശേഷം ചോദിച്ചിരിക്കുമ്പോഴത്തേക്കിനാണ് മേശപ്പുറത്ത് 2 കെട്ട് നോട്ട് 500-ൻ്റെ. കൊള്ളാം, കണ്ടിട്ട് പിന്നെ വിടാതെ പോവോ നമ്മുടെ ഉദയഭാനു? അതിൽ നിന്ന് പതിയെ ധർമ്മൻ കാണാതെ 1 കെട്ട് നോട്ട് ഉടുപ്പിൻ്റെ ഇടയിലോട്ട് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ധർമ്മനോട് പറയാം, അതെ എനിക്കൊരു ഫോൺ വന്നു കേട്ടോ, ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണേ, ഞാനൊന്ന് പോയിട്ട് ഓടി വരാം. ഇത്ര പെട്ടെന്ന് പോവാണോ? എനിക്ക് അത്യാവശ്യമായി പോയി. അവിടുന്ന് പതുക്കെ പൈസയും കൊണ്ട് സ്കൂട്ടാവാണ് കേട്ടോ. ധർമ്മൻ പാവം ഇതൊന്നും അറിയണില്ല. ധർമ്മനാണെങ്കിൽ അന്ന് ഉറപ്പായിട്ടും നമ്മുടെ സുകന്യക്കൊരു വാച്ച് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, 25,000 രൂപയുടെ. അത് കാരണം ധർമ്മനും നേരത്തെ പോകണമെന്നൊക്കെ പറയല്ലേ. ദേവി ചായ എല്ലാം കുടിച്ചിട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അതെ ധർമ്മേട്ട മാമ എന്താ ചെയ്യുന്നത്, മാമ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, എന്താണെന്ന് വെച്ചാൽ പറ, അതൊക്കെ ഞാൻ പിന്നെ പറയാം ദേവി മോളെ. പിന്നെ അതെ ഞാൻ ഒന്ന് ഓട്ടോ കാശ് എടുത്തോട്ടെ എന്നും പറഞ്ഞു ഡ്രോ തുറന്ന് ഓട്ടോയ്ക്കുള്ള പൈസ എടുക്കുകയാണ്. ഇതും കണ്ടും കൊണ്ട് ബാലൻ അങ്ങോട്ട് വരുവാടാ. എന്താടാ അവിടെ? അല്ല അളിയ, എനിക്ക് ഒരു അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം. എന്താ കാര്യം? അല്ല അത് ഞാൻ വന്നിട്ട് പറയാം. നീ ഇപ്പം എന്താ എടുത്തത് അവിടെ നിന്ന്? ഞാൻ ഓട്ടോയ്ക്കുള്ള പൈസ മാത്രമേ എടുത്തിട്ടുള്ളതാ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുക കേട്ടോ. എന്നാലും ഇവൻ നീ എന്തെങ്കിലും പരുങ്ങുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. നോക്കുമ്പോൾ ഇവിടെ ദേവി ഇരിപ്പുണ്ട്. ദേവി എടുത്ത് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ദേവിയും പറഞ്ഞോട്ടെ, എനിക്കറിയില്ല അച്ഛാ, എന്തായാലും വീട്ടിൽ വരുമല്ലോ, വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് അന്വേഷിക്കാം, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അതും ശരിയാ. അങ്ങനെ പാവം പിടിച്ച ധർമ്മൻ 25,000 രൂപയുടെ വാച്ച് വാങ്ങാനായിട്ട് പോയി കേട്ടോ. ഈ പൈസ പോയ കാര്യം ഇവരാരും അറിയണില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതനാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അലോകിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് കാര്യം പറയണം, എടാ ഈ ആലോചന കൈവിട്ട് കളയരുത്, നമുക്ക് ആ വിവാഹം നടന്നേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയാം, പിന്നെ
ഇവളെ ഈ അനു ഇവളെ എത്രയും വേഗം നീ തലേന്ന് ഒഴിപ്പിച്ച് വിടണം, അല്ലാതെ ഞാൻ നിവർത്തിയില്ല. ഇപ്പം തന്നെ അറിയാമല്ലോ, അനന്തേട്ടനാണെങ്കിൽ മകളെന്ന് പറഞ്ഞാൽ ജീവനായിട്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ ദേഷ്യവും ഒന്നുമില്ല, ഇപ്പം ഭയങ്കര സ്നേഹമാണ്. മിത്ര പോലീസുകാരി ആവാൻ പോകുന്നതും കൂടെ കേട്ടപ്പോഴേ അത് ശരിയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ തലേന്ന് ഒഴിവാക്കി വിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടോ. അപ്പോൾ അന്ന് രാത്രി ധർമ്മൻ ഒരു വാച്ചുമായിട്ട് വരുവാണ്. ദേവി കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ദേവിയോട് വന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഇന്ന് എത്ര രൂപയാണ് കൂടുതൽ കച്ചവടം നടത്തുന്നത്? 15,000 രൂപ കിട്ടുമോ? അത്രയൊന്നും ഇല്ല മാമ, ഒരു 12 കിട്ടുമായിരിക്കും. പക്ഷേ കട്ടായത്തിൽ നമ്മൾ ധർമ്മം പറയുന്നുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്ന് 15,000 രൂപയെങ്കിലും കൂടുതൽ കളക്ഷൻ വന്നിട്ടുണ്ടാവുമെന്ന്. നോക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ധർമ്മൻ്റെ കയ്യിലൊരു പൊതി ഇരിക്കുകയാണ്. എന്താ മാമ കയ്യിലിരിക്കുന്നത്? അത് വേറൊരു സാധനം. എന്നെ കാണിക്കുക? ഇല്ല, അത് കാണിക്കില്ല. സുകന്യ ചേച്ചിക്ക് എന്തോ മേടിച്ച് വന്നതല്ലേ? അതെ അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതെ, നടക്കട്ടെ എന്നാ. പാവം കഴിച്ച ധർമ്മൻ ഒന്നും അറിയാണ്ട് അതിനെ കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മുടെ ദേവിയും പൈസ പോയ കാര്യങ്ങളും ഒന്നും അറിയാണ്ട് അവിടെ ഇരുന്ന് കണക്കുകൾ നോക്കണം. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.